ഹായ് മക്കളെ, നമ്മളിപ്പോൾ ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് മെയിൻ റോഡിലോട്ട് വന്ന് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. പണ്ടത്തെ മുനിയറുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഏകദേശം അരമണിക്കൂർ ട്രാവൽ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചിപ്പോൾ മുന്നോട്ട് വന്നപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കാന്തല്ലൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ ചെക്ക് പോസ്റ്റാണ്. പക്ഷേ ഇവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഹെയർ പിൻ പോലുള്ള റോഡുകളാണ്. പക്ഷേ വലിയ ടഫായ ഹെയർ പിൻസ് ഒന്നും അല്ല. എന്നാലും ചെറിയ വളവുകളും തീരുവകളൊക്കെ ഉള്ള ചെറിയ കയറ്റങ്ങളോടൊക്കെയുള്ള വഴി. സമയം ഏകദേശം ഒരു 8:30 കൂടി സമയമായിട്ടുണ്ട്. വിശക്കാനും തുടങ്ങി. ഇപ്പൊ ടൗണിൽ നമ്മൾ കുറച്ചിങ്ങനെ മാറിയത് കൊണ്ട് ഇപ്പൊ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓർത്തപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡും ജാമും ഇരിപ്പുണ്ട്. പിന്നെ കേക്കും ഉണ്ട്, ക്രിസ്മസിന്റെ കേക്കും ഉണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആക്കാൻ നമുക്ക് ഇപ്പൊ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൗണിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശന്നാ അപ്പൊ കഴിക്കാമല്ലോ. നമ്മുടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വലിയ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ. ബ്രെഡ് ജാമുണ്ട്, കേക്കുണ്ട്. പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാം. നമ്മൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ, ഫുഡ് അടി എന്ന് പറയാൻ ഒന്നുമില്ല, ബ്രെഡും ജാം മാത്രമേ ഉള്ളൂ. എന്നാലും അത് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഇവിടെ നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല കേട്ടോ. വഴിയുടെ സൈഡിൽ ആർക്ക് ശല്യമില്ലാതെ ഒന്ന് പാർക്ക് ചെയ്യുക. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. മറയൂർ സാണ്ടൽ ഡിവിഷൻ എക്കോ ഷോപ്പ്, ആനക്കൊട്ടിപ്പാറ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. 10 രൂപയുടെ ടിക്കറ്റാണ് അഡൽട്സിന്. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ താഴേന്ന് കണ്ട മലയുടെ ഏറ്റവും മേൽഭാഗമാണ്. ഫുള്ള് പാറ മാത്രമല്ല, പാറപ്പുറമായതുകൊണ്ട് വേറെ ഒന്നുമില്ല, മരങ്ങളൊന്നും. അവിടെ ഇവിടെ ചെറിയ പുല്ലൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പോകാനുള്ള റൂട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മുനിയറപ്പാറയിലോട്ട് പോകാനുള്ള റൂട്ടേ. അതൊക്കെ നോക്കി നമുക്ക് പതുക്കെ നടന്ന് പോകണം, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോവും. അതിന് മേലെ, പാറയുടെ മേലെ ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല. വേറെ സൈൻ ബോർഡുകൾ നോക്കി വേണം പോകാൻ വേണ്ടി. ഈ മലയുടെ മേലെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അപാരമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാണ്ടല്ലോ. ഈ താഴെ കാണുന്നതെല്ലാം ഈ മറയൂരിലെ ഗ്രാമങ്ങളാണ്. നമുക്ക് അവിടുത്തെ കൃഷികളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. തെങ്ങ്, കമുക്, കരിമ്പ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷികൾ കേട്ടോ. ആ ദൂരെ കാണുന്ന മലയുണ്ടല്ലോ, അത് ഈ കോടയിൽ അങ്ങ് പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടി എന്ന് പറഞ്ഞാണല്ലോ, നമ്മൾ കണ്ടു നിന്നു പോകും. Our hearts beat to the city streets. We began to feel the fire. ഇവിടെ ഈ മലയുടെ മേലെ തന്നെ ഒരു ശ്രീരാമന്റെ അമ്പലമുണ്ട് കേട്ടോ. ഇവിടുത്തെ പൂജയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. പക്ഷെ രാവിലെ ഒരു 8:30-9 മണി ആകുന്നതേ ഉള്ളൂ. എന്നാലും തന്നെ നല്ല വെയിലുണ്ട്. പക്ഷെ മലയുടെ മേലെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ചൂടറിയുന്നില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ടു ഈ മുനിയറകളുടെ ഒരു അവശിഷ്ടങ്ങളാണ്. എന്തോ ഡാമേജ് പറ്റിയതാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വേറൊരു മുനിയറ കണ്ടോ. ഇത് അത്ര ഡാമേജ് ഇല്ല. പക്ഷെ ഇതിന് എന്താന്ന് കറക്റ്റ് വ്യക്തമായിട്ട് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല ബോർഡിൽ. പക്ഷെ ഇത് പക്കാ മുനിയറയാണ്, കാണുമ്പോഴേ അറിയാം. എന്നാൽ കാലപ്പഴക്കം കൊണ്ടായിരിക്കണം കുറച്ച് ഡാമേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ മുനിയറകളിലോട്ടുള്ള വഴിയുടെ ഒരു സൈൻ ബോർഡ് അവിടെ കണ്ടു. അപ്പോൾ ഇതല്ലാതെ വേറെ മുനിയറകൾ ഇവിടെ ഉണ്ടാകണം. പക്ഷെ നമുക്ക് ആ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ നമുക്ക് പോയി നോക്കാം കേട്ടോ. പക്ഷെ പോകുന്ന വഴിയിൽ കുറച്ച് കല്ലും മുള്ളൊക്കെ നിറഞ്ഞതാണ്. എന്തായാലും മുള്ളു കൊള്ളാതെ സൂക്ഷിച്ചു പോകാം. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. മേ ബി ഇതായിരിക്കണം ഒരു ഫൈനൽ ആയിട്ടുള്ള ഇപ്പം നിലവിലുള്ള ഒരു വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന മുനിയറ. ഇതാണ് നമ്മൾ തേടി വന്ന മുനിയറ. എന്ത് രസം നോക്കിയാൽ, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേട്ടോ. ശിലായുഗ കാലഘട്ടം നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറകളാണ് മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണുന്നത്. BC 3000-നും BC 14,000-നും ഇടയിലാണ് ഈ ഗുഹകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ശിലായുഗകാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിലെ കഥ. എന്നാൽ ഈ മുനിയറകൾ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാനായി ആദിമ മനുഷ്യർ നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു.
എന്നാൽ മുനിമാർ തപസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഗുഹയാണെന്നാണ് മറ്റു ചിലർ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്ര വിസ്മയം തന്നെയാണ് അല്ലേ? നമ്മുടെ ഗുഹയുടെ തൊട്ടടുത്ത് കണ്ട ഒരു ഉറവയാണ് കേട്ടോ. ഈ മലമുകളിൽ ഇത്രയും വെള്ളം നിൽക്കുന്നതും ഒരു അതിശയം തന്നെയാണല്ലേ. മുനിയറ എന്ന അത്ഭുതം കണ്ട ശേഷം നമ്മളിപ്പോൾ അവിടുന്ന് കാന്തല്ലൂർക്ക് പോവാണ്. കാന്തല്ലൂരിലെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.